ഓ എന്നാ ഗ്ലാമറാ. എവിടെ നോക്കട്ടെ. എന്തോന്നത് ഇതൊക്കെ ഫുള്ള് മേക്കപ്പ് ആണോ? മേക്കപ്പ് ആണെങ്കിലും എന്താ, മേക്കപ്പിന് എന്താ കുഴപ്പം? മേക്കപ്പിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തീരെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത പെമ്പിള്ളേരാ ഈ മേക്കപ്പ് ഇടാൻ. പിന്നെ അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. എടാ നമുക്ക് നാച്ചുറലി ഒരു രൂപം തന്നിട്ടുണ്ട്, അതിന് മേലെ ആർട്ടിഫിഷ്യാലിറ്റി ആഡ് ചെയ്യേണ്ട ആവശ്യം എന്തിനാ? ഇപ്പൊ നമ്മുടെ ബോയ്സിന്റെ കാര്യം തന്നെ എടുത്തു നോക്ക്. ചില ഗേൾസ് ചെയ്യുന്ന പോലെ മുഖം മുഴുവൻ പുട്ടിട്ട് ഐലൈനറും വരച്ച് ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് മൊത്തത്തിലൊന്ന് മിനിക്ക് ഒരുങ്ങി ഇറങ്ങി വന്നാലോ? എന്തപ്പ അതിന്റെ ആവശ്യം? എന്തപ്പ അതിന്റെ ആവശ്യം? എക്സാക്ട്ലി ദാറ്റ് ഈസ് മൈ പോയിന്റ്. എന്തപ്പ അതിന്റെ ആവശ്യം എന്ന് ഗേൾസിന്റെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇവിടുത്തെ കോർപ്പറേറ്റ് കുത്തക കമ്പനികൾ ഗേൾസിന്റെ മൈൻഡിൽ സൗന്ദര്യത്തെ അങ്ങനെ മാർക്കറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. അല്ല അതിപ്പോ നമ്മൾ ബോയ്സിന് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. ബിക്കോസ് വി ആർ നാച്ചുറൽ, സോ അഡീഷണൽ അറ്റകുറ്റപ്പണികളുടെ ആവശ്യം നെഹി ഹേ. അത് ഏറെക്കുറെ ശരിയാ. അതാണ് സൗന്ദര്യമൊക്കെ ജസ്റ്റ് ആരോ ഉണ്ടാക്കി വെച്ച വെറും കോൺസെപ്റ്റ് അല്ലടാ മച്ചാനെ. നീ ഒരു അതിശയാടാ. സൗന്ദര്യത്തിന് പിന്നാലെ പോകുന്ന ഒരു കൂട്ടം ജനതയ്ക്ക് വിഷയാക്കേണ്ട ഒരു പാഠപുസ്തകമാണ് നീ. കാഴ്ചപ്പാടാണടാ. ആ കാഴ്ചപ്പാടാണ് ആദ്യം മാറ്റേണ്ടത്. അപ്പൊ നമ്മൾ കാണുന്നതെല്ലാം തന്നെ സൗന്ദര്യമുള്ളതാവും. ആ കാഴ്ചപ്പാട് മാറ്റാനാണ് പാട്. നമ്മളിൽ നിന്ന് തുടങ്ങിയാൽ മതി. മാറ്റം ആഗ്രഹിക്കേണ്ടത് മറ്റാരിൽ നിന്നല്ല, മാറ്റം ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ നിന്ന് തന്നെ വേണമല്ലോ. സാഷ്ടാംഗം വണങ്ങുന്നു. ഇവിടം കൊണ്ട് മാത്രം നോക്കിയാൽ പോരടാ, ഇവിടം കൊണ്ട് കൂടെ വേണം. അത്രേ ഉള്ളൂ. പൂർവ്വജന്മങ്ങൾക്ക് ലഭിക്കുന്ന മുജ്ജന്മ സാഫല്യമാണ് നിന്നെ പോലുള്ള സുഹൃത്തുക്കൾ. ഹാറ്റ്സ് ഓഫ്. അല്ല പിന്നെ ഓരോരോ സാധനങ്ങളെ ചുമ്മാ മനുഷ്യനെ പറ്റിക്കാൻ. ഇതങ്ങോട്ട് തേക്കുമ്പോഴേക്കും സൗന്ദര്യം വരിക എന്നൊന്ന് കാണണല്ലോ. 2 സവാളയും കൂടി വെക്കായിരുന്നു. അല്ല ഇനി ചിലപ്പോ ബിരിയാണി കിട്ടിയാലോ?